ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. വളരെ വലിയൊരു അപകടത്തിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത്. കണ്ടില്ലേ നിങ്ങൾ? വെരി ഡേഞ്ചറസ് ബീങ്സ് ആൻഡ്സ്. അനക്കല്ലേ ഉണ്ടോ? അത്യന്ത അപകടകാരികളായ കടന്നലുകളാണ്. വളരെ സാഹസികമായിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ ചെറിയ അനക്കം തട്ടിയാൽ പോലും അവർ നമ്മളെ ആക്രമിക്കും. ഞാനും നമ്മുടെ മകനും കഷ്ടിച്ചാണ് ഞങ്ങൾ നമ്മുടെ പെരയുടെ മുകളിൽ ഇതുപോലെ സാധനങ്ങൾ കൂട്ടിയിട്ടുണ്ട്, ഈ പൊത്താനുമൊക്കെ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ആക്രി സാധനങ്ങൾ, ഈ പ്ലാസ്റ്റിക് ഐറ്റംസൊക്കെ ആക്രിക്കാർക്ക് കൊടുക്കാനായിട്ട് വെച്ച് ഞാൻ ഇതിനകത്തൊരു സംഭവം ഇട്ടപ്പോൾ ഒരു അനക്കം തട്ടിയപ്പോഴാണ് ഇവൻ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചത്. കണ്ടില്ലേ? മറിക്കൂ ഇറങ്ങി കണ്ടോ? അവർക്ക് ഡിസ്റ്റർബൻസ് ആയപ്പോൾ അവർ ഇളകാൻ തുടങ്ങി. കണ്ടോ? ഇതിൻ്റെ കുത്തലെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കുത്തലായിട്ട്. കണ്ണ് വരെ കുത്തിപ്പൊട്ടിച്ചോളും. കണ്ണ് വരെ കുത്തിപ്പൊട്ടിച്ചോളും. എനിക്ക് കിട്ടിയതാണ്. എനിക്കൊരു പ്രാവശ്യം ഒരു കൈതക്കാട് ഇവിടെ ഓടയില വെള്ളം ഒഴുകാന്ന് തടസ്സം നേരിച്ചപ്പോൾ ഈ ഓടയില കൈത്തോട്ടിക്കൂടെ വെള്ളം ഒഴുകുന്ന പറഞ്ഞാൽ കൈത വെട്ടുന്നവരുടെ കൂടെ പോയപ്പോൾ ആവേശത്തിന് കയറി വെട്ടിയതാണ്. ഇതുകൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കണ്ണിനാണ് എനിക്ക് അന്ന് കുത്തൽ കിട്ടിയത്. അപാരമായ കുത്തലാണ്. പക്ഷെ ഇതിനെപ്പറ്റി അറിയാവുന്നവർ പറഞ്ഞു തേനീച്ചയുടെ ഇതിൻ്റെയും വിഷത്തിന് ഹാർട്ട് അറ്റാക്കിനെ പ്രതിരോധിക്കാനുള്ള പവർ ഉണ്ടെന്ന് ഒരാളുടെ ഒരു വീഡിയോ ഞാൻ കേട്ട്. പക്ഷെ എങ്കിലും നമ്മൾ സൂക്ഷിക്കണം. ഇത് നമ്മുടെ ഇൻറ്റേർണൽ ഇതുണ്ടാകാനുള്ള, അതായത് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഈ കൂടുതലും മരണങ്ങൾ സംഭവിക്കുന്നത്. ഇതിൻ്റെ കുത്തലുണ്ടായിട്ട് നമ്മുടെ അകത്ത് നീർക്കെട്ടുണ്ടാകും. അത് ഈ ശ്വാസം മുട്ടൽ ഇഷ്ടമുള്ളവരെ ബാധിക്കുകയും പ്രായമുള്ളവരെ ഷുഗർ അങ്ങനെയൊക്കെ ഉള്ളവരെ ബാധിച്ചിട്ട് അകത്ത് നീർക്കെട്ടുണ്ടായാണ് ആൾക്കാർ പെട്ടെന്ന് മരിക്കുകയാണ്. 4, 6, 8, 10 ഇതൊരു 30 എണ്ണത്തോളം ഉദ്ദേശം കാണും. കണ്ടോ? ഈ ഒരു ചാക്കിനകത്ത് നോക്കി ഇത് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയുണ്ട്. ഈ ഒരു പ്ലാസ്റ്റിക് ചാക്കിനകത്ത് ഒരു ചെറിയ പെട്ടി കിടപ്പുണ്ടായിരുന്നു. ഈ പെട്ടിക്കകത്തിലാണ് ഇവന്മാർ കൂട് കൂട്ടിയിരിക്കുന്നത്. കണ്ടോ? ഇപ്പോൾ അവരെന്തോ കൂട് നിർമ്മാണത്തിലാണോ എന്തോ ഇനി തേൻ വല്ല ഉണ്ടാക്കുന്ന പ്രോസസ്സിങ് ആണോ നടക്കുന്നത് അറിയത്തില്ല. അതായത് കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റും. ധാരാളം അറകൾ ഉള്ളൊരു കൂടാണ്. ധാരാളം അറകളുണ്ട് അതിൽ. ഒരു 100ഓളം അറകളുള്ളൊരു കൂട്ടിലാണ് ഇവർ എന്തോ സംഭരിച്ച് വെച്ചിട്ട് അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അമ്മയൊക്കെ പറഞ്ഞാൽ രാത്രിയിൽ ഇതിന് പറ്റിയ സമയം ചെന്നിട്ടൊന്ന് തീ കൊണ്ട് നശിപ്പിക്കാൻ പറ്റും, അല്ല ഇതിനെ മാറ്റാൻ പറ്റും. ഇപ്പം ചെയ്താൽ ഈ 30 എണ്ണത്തിൻ്റെ ആക്രമണം നമ്മൾ പല രീതിയിൽ നിന്ന് ഇപ്പം നമുക്കിതിനടുത്തേക്ക് ഇതിനെ ആക്രമിക്കാൻ പോകുമ്പോൾ അറിയാം. ഇപ്പം ഇതായിട്ട് ഇരിക്കുന്നെങ്കിൽ ഇവർ ആക്രമിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇവർ ചിറകുകൾ പൊക്കിയിട്ട് എല്ലാവരും ഒരേ രീതിയിൽ പൊക്കും. അപ്പോൾ നമുക്കറിയാം ഇവർ ആക്രമിക്കാൻ തയ്യാറായിട്ട് നിൽക്കണം. അതിൻ്റെ കൊമ്പുകൾ ചുമല കൊമ്പുകൾ കണ്ടും ചുമന്ന കൊമ്പുകളാണ് ഇതിന്. ഇതിൻ്റെ ഒരു അടയാളം പറയും. ഇതിന് പല പേരുകളുണ്ട്. തൂളി, കടന്നൽ. ഇപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ കൂട് വെക്കുന്നതിന് തൂണി എന്നാണ് തോന്നുന്നു പറയുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം ചെത്തുകാരൻ നമ്മുടെ ഒരു തെങ്ങ് എത്തുന്ന മാമന, അതായത് ഞങ്ങളുടെ ഒരു ബന്ധു ഏവൂരുള്ള പുള്ളി നമ്മുടെ തെങ്ങ് ചെയ്തു അതേ കയറിയപ്പം ഇതിൻ്റെ ഇതുപോലെ ഒരു സാധനം കൂട് വെച്ചിട്ട് കടി കൊണ്ട് പുള്ളി വെള്ളത്തിൽ ചാടേണ്ട അവസ്ഥ വന്നു. വെള്ളത്തിൽ ചാടിയിട്ട് പുള്ളി പറയുന്നത് വെള്ളത്തിൻ്റെ മുകളിൽ കിടന്ന് പറക്കുമായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഇതിന് കൂട് കൂട്ടാനും പറ്റും. അങ്ങനെയുള്ള സിസ്റ്റമുള്ള കടന്നലുണ്ട്. അങ്ങനെയുള്ള സിസ്റ്റമുള്ള ഒറ്റ ദിവസം കൊണ്ട് ഭയങ്കര കൂട് ഇതായിട്ട് മാറി. ഇത് പൊതിഞ്ഞിട്ട് നമ്മൾ ദൂരെ നോക്കുമ്പോൾ വലിയ താടി, മുനിമാരുടെയൊക്കെ താടി തൂങ്ങി കിടക്കുന്ന പോലെ തോന്നും വലിയ കെട്ടിടങ്ങളിലുമൊക്കെ. പക്ഷെ ഇത് അങ്ങനെയുള്ളതല്ല. ഇത് കുറച്ച് ദിവസങ്ങൾ എടുത്തിട്ട് ഇവരുടെ ആ ഉമിനീരോ അങ്ങനെ എന്തോ പൾപ്പ് കൊണ്ടുണ്ടാക്കിയ കൂടാണിത്. കണ്ടോ? കൂട് വിപുലമാക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ. എല്ലാവരും സൂക്ഷിക്കുക. ഇതുപോലുള്ള അനക്കം ഇല്ലാത്ത സ്ഥലത്ത് സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കുക, അനക്കുക. അവിടെയൊക്കെ പോയി തട്ടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഈ ജീവികൾ അല്ലെങ്കിൽ
പാമ്പുകളും ഒക്കെ വന്ന് കൂടുകൊണ്ട് 2 എണ്ണം എൻ്റെ കുത്തുവന്ന് വന്നു. ഇത് കണ്ടോ? ചുമ്മാ അനക്കാതെന്ന് കോപ്പ് നനക്കത്. പിള്ളേർക്ക് ഇതിൻ്റെ ഗൗരവം ഒന്നാമെന്ന് അറിയത്തില്ല. ഒരു കുത്ത് കിട്ടിക്കഴിയുമ്പോഴാണ് പിള്ളേർ ഇതിൻ്റെ പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ഇതിൻ്റെ കുത്ത് കിട്ടുമ്പോഴെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുള്ള് ഒടിഞ്ഞ് നിങ്ങളുടെ ദേഹത്ത് കയറുകയാണ് ചെയ്യുന്നത്. മുള്ള് ഒടിഞ്ഞ് നിങ്ങളുടെ ദേഹത്ത് കയറിയിട്ട് അവിടെ നിന്ന് പഴുക്കും. പിന്നെ അവിടെയൊക്കെ മുറിച്ച് കളയേണ്ടി, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ കീറി എടുക്കേണ്ടി വരും. അറിയാമോ? പിള്ളേർക്ക് അതിൻ്റെ ഗൗരവം അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് അതിൻ്റെ കുത്ത് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തില്ല കുത്ത് കിട്ടണം. എൻ്റെ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ നമ്മുടെ ചവിട്ടിയില്ലേ, കാലി ചവിട്ടി തൂക്കുന്ന ആ സാധനത്തെ കയറിയിട്ട് ദിവസം കാലി വിട്ടപ്പോൾ പിന്നെ അവൻ്റെ അരിപ്പാട് ആശുപത്രി, പിന്നെ അന്ന് അച്ചാമ്മ നടക്കുമ്പോൾ അവിടെ പോയിട്ട് ടീറ്റി എടുക്കേണ്ടി വന്നു. കുട്ടികൾക്ക് ഇതിൻ്റെ ഗൗരവം പ്രത്യേകിച്ച് അറിയാൻ പറ്റത്തില്ല. അവർ വന്ന് അനക്കുമ്പോഴായിരിക്കും ഇത് 30 എണ്ണത്തിൻ്റെ കുത്ത ഒരേ സമയം കിട്ടുന്നത്. 30 എണ്ണം ഉണ്ട്. അത് പല രീതിയിൽ നിന്ന് പല അടുത്തു നിന്ന് പറന്നു കുത്തും നിന്നെ. ഓക്കെ ഗൈസ്, ഹാവ് എ നൈസ്